ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ ആണ്. നമ്മുടെ ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന ആദിയാണ്. നമുക്ക് ആ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ചോദ്യത്തിലേക്ക് കടന്നാലോ? ആദി, വെൽക്കം ടു ഇൻ്റർവ്യൂ. അപ്പോൾ സ്കൂൾ ഇഷ്ടമാണോ? കാരണം പഠിക്കണം. സ്കൂൾ ഒരു മാജിക്കൽ വേൾഡ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം പഠിക്കും, പിന്നെ കൂടുതൽ ആർട്ടും ഉണ്ട്, പിന്നെ പി ടി ഉണ്ട്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആരാണ്? എന്തുവാ, ഖത്തറിലാണ്. ആദ്യം ഖത്തറിലാണ് കേട്ടോ. അതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം. ആദ്യം ഇത് ചോദിച്ചിട്ട് നമുക്ക് ആദികേഷ് ഉണ്ട്, പിന്നെ ആദിദേവ് അജീഷ്. കേരളത്തിലുള്ളവരൊക്കെ ഉണ്ടോ അവിടെ? എല്ലാവരും കേരള. അല്ലാത്തവരുണ്ടോ അവിടെ? അല്ലാത്ത കുട്ടികൾ ഖത്തറിലെ തന്നെ ഇല്ല, അവിടുത്തെ തന്നെ ഉണ്ട്. സ്കൂളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വീടൊക്കെ. ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? ബ്ലൂ. എന്താണ് ബ്ലൂവിനോട് പുറത്ത് ഇഷ്ടപ്പെടാൻ കാരണം? എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ റെഡ് എന്തുവാ? തേർഡ് ഫേവറേറ്റ്. സ്കൂളിൽ ആരെങ്കിലും നമ്മൾ അടി കൂടുമ്പോൾ വിഷമം വരാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ? അവര് ചിലപ്പോ പെൻസിലൊക്കെ വീട്ടിൽ കൊണ്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്തുവാ, കളിക്കുമ്പോ എന്തുവാ, ഞാൻ ജയിച്ചു. ആദ്യം എന്താണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള്? ഈ അടി കൂടാൻ കാരണമായിട്ടുള്ള ഇഷ്ടപ്പെടാത്ത അതൊന്നും ഇല്ല എനിക്ക്. ഈ പെട്ടെന്നൊക്കെ അങ്ങ് തീരുന്നേ. നിങ്ങൾ ഇറങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ്. ആദ്യം ശരിക്കും പറഞ്ഞ ഖത്തറിലാണ് അവൻ പഠിക്കുന്നത്. പിന്നെ എന്തുവാ, ഒരു സാധനമുണ്ട്. നിങ്ങളൊക്കെ എന്തുവാ രാവിലെ ആകുമ്പോൾ പോകുമ്പോൾ എനിക്ക് വെളുപ്പിനെ പോകണം, 5 മണിക്കൊക്കെ പോകണം. കാരണം വെച്ചാൽ അവൻ പഠിക്കുന്നത് ഖത്തറിലാണ്. ഇപ്പോൾ വെക്കേഷൻ, അവിടുത്തെ ഇപ്പോൾ സ്കൂൾ തുറന്നല്ലേ. അപ്പോൾ അവിടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമോ? അവിടുത്തെ ടീച്ചേഴ്സ് ആരൊക്കെയാണ്? ടീച്ചേഴ്സ് കുറേ ഉണ്ട്. ഖത്തറിലെ തന്നെയാണ്? അല്ല, എല്ലാം മലയാളികൾ, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കണം. എങ്ങനെയാണ്? എന്തുവാ, മേ ഐ ടേക്ക് എ പെൻസിൽ? അല്ല, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ ടീച്ചറിൻ്റെ മില്ലൂന. പിന്നെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ്? ഫ്രൂട്ട് ഏത് ഫ്രൂട്ടാണ് ഇഷ്ടം? പഴങ്ങൾ. ഫ്രൂട്ടോ? ഫ്രൂട്ട് എന്തുവാ, എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ബ്ലൂബെറീസ് ആണ്. അപ്പോൾ ആദിയുടെ വിശേഷങ്ങൾ നമ്മളെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ട കാർ ഏതൊക്കെയാണ്? എൻ്റെ ഫേവറേറ്റ് കാർ BMW. ഓക്കെ, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്? ഇംഗ്ലീഷ്. ഇഷ്ടപ്പെടാത്തതോ? മലയാളം. അവിടെ മലയാളം പഠിക്കണം? അല്ല, മലയാളം ഇല്ലയോ. മലയാള സാർ പറയും ഈ ഒരു സാധനം 10 വട്ടം എഴുതാമെന്ന്. 10 വട്ടം എഴുതാൻ പറയും. മലയാള സാറിൻ്റെ പേരെന്താണ്? ഗോകുൽ സാർ. ഓക്കെ, അപ്പോൾ ഈ ആദ്യക്ക് എന്താണ് മലയാളം ഇഷ്ടമല്ലാത്ത സംഭവം? അതങ്ങനെ ഞങ്ങളെ കുറേ വിട്ട് എഴുതിപ്പിക്കും. പക്ഷെ കേരളമാണോ ഇഷ്ടം? ഇന്ത്യയാണോ ഇഷ്ടം, അതോ ഖത്തർ കൺട്രിയാണോ ഇഷ്ടം? ഇന്ത്യയാണ് ഇഷ്ടം. അപ്പോൾ നമ്മളിവിടുന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ഖത്തറിൽ പോകണം, നല്ല രസമായിരിക്കും അവിടെ എന്ന്. പക്ഷേ ഇപ്പോൾ ആദ്യം ഖത്തറിലാണ്. അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് അതിലുള്ള വ്യത്യാസം അറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം രാജ്യം വിട്ടു പോകാൻ ആർക്കും കഴിയില്ലയോ. എന്തുവന്ന് മറ്റേ ആസ്പെക്ട് നല്ല രസമാണ്, നല്ല രസമാണ്. പിന്നെ ബർജ് ഖലീഫ ഇല്ല, പക്ഷേ ബീച്ചിലൊക്കെ കുറേ രസമുണ്ട്. അപ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള എന്താ ഫുഡാണ്? ഫേമസ് ഫുഡ് പറയുന്നില്ല, കുറേ ഫേമസ് ഫുഡ്സ് ഉണ്ട്. ഈ ഒരുപാട് വഴക്ക് കേൾക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ? അത് കുറേ പൈസ അല്ല, ഈ ആദിക്ക് എപ്പോഴും വഴക്ക് കിട്ടുന്ന ഏത് സാഹചര്യത്തിലാണ് എപ്പോഴും വഴക്ക് കിട്ടുന്നത്? അതൊന്നും ഇല്ല. എന്തുവാ, എന്തായാലും വാങ്ങിക്കുമ്പോൾ കൂടുതൽ പൈസ കൊടുത്താൽ എന്നെ വരക്കുന്നത്. ഞാൻ എന്തൊരു ഫീസ് ടേബിൾ വാങ്ങിച്ച് 17 രൂപയായിട്ട് എന്നെ വരക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല, ഈ നാട്ടിലെ റുപ്പീസ് അല്ല കൊടുക്കണം, ഖത്തർ റുപ്പീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡോളറാണ്. $1 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 100 അത്രയോ രൂപയാണ്. 100 രൂപ. ഒരു $1 എന്ന് പറയുമ്പോൾ 100 രൂപ.
ആ കുറേ പൈസയാണ് കൊടുക്കണ്ടേ. കുറേ പൈസയാണ്. ഇതാണ് ആദിയുടെ ഒരു ഡെയിലി ലൈഫ്, ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദിയുടെ ഹോബീസ്. വെക്കേഷനിലൊക്കെ അല്ലാത്ത ആദിയുടെ എന്തോ ഹോബിയാണ് ആദിക്കുള്ളത്? ഹോബി ഹോബി ഡ്രോയിങ്, ഡാൻസിങ്, സിംഗിങ്. അതൊക്കെ. ഒരു കാര്യം പറഞ്ഞു, ജമ്പിങ് ആണ് ആദിയുടെ ഇത് പറയുന്നുണ്ട്. ഖത്തർ എന്ന് പറയുന്നത് ഫേമസ് കൺട്രിയാണ്. ഫേമസ് കൺട്രിയാണ്. അവിടുത്തെ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ കണ്ടു. ഞാൻ സ്റ്റേഡിയം കണ്ട് സ്കൂളിൽ തിരിച്ചു വരുമ്പോ. സ്കൂളിന്റെ പേരെന്താണ്? ബബൻസ്. ആദ്യം ചെറിയതാണ്, ഇപ്പൊ വലുതാക്കി. എത്ര നിലയുണ്ട്? 6 നില. അപ്പോൾ ഖത്തർ കൺട്രി ആദിക്ക് ഇഷ്ടമല്ല, ഇവിടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിവിടെ നിൽക്കുന്ന ഇഷ്ടമാണ്. ഏതൊക്കെ ആദിക്ക് ഇഷ്ടപ്പെട്ട സംഭവത്തിലൊന്ന് ഏതാണ്? ഡെയിലി ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കാണുമല്ലോ? അല്ല, കൂട്ടുകാരോടൊപ്പം ചെലവഴിച്ചൊരു സമയം, അത് ഏത് സമയമായിരുന്നു? അത് ഞാൻ സ്പെഷ്യലി കുറേ ദിവസം കളിക്കത്തില്ല. എനിക്ക് ടാബുണ്ട്. ഇവിടെ ഇരുന്ന് കളിക്കുന്നതാണ് ഇഷ്ടം, ഖത്തറിൽ ഇരുന്ന് കളിക്കുന്നതാണ് ഇഷ്ടം? രണ്ടിടത്തും കളിക്കുന്ന ഇഷ്ടമാണ്. ഇവിടെ ഇതുണ്ടോ, പാർക്കൊക്കെ ഉണ്ടോ സ്കൂളിൽ തന്നെ? അല്ല, സ്കൂളിൽ പാർക്കുണ്ട്. പക്ഷേ അല്ലയോ ഒരു ഖത്തർ ഒരു സ്ഥലമുണ്ട്, അൽമീറ എന്ന് പറയുന്ന ഷോപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ പാർക്കുണ്ട്. ഞാനും ഇമ്മൂസും പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട് വേറെ സ്ഥലത്തിലുള്ളതാണ്, കോഴിക്കോട്ടിലെയാണ്. അപ്പോൾ ഇമ്മൂസ് പാവമാണോ? ചിലപ്പം. ഇഷ്ടമല്ലാത്ത ഒരു കൊച്ചു വന്നത് ക്ലാസ്സിൽ എപ്പോഴും വഴക്കിടുന്നത് അതാരാണ്? ചിലപ്പോൾ അതി. ഓക്കെ. അപ്പോൾ ആദിയുടെ ഒരു ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞു, ഈ വെക്കേഷൻ സമയത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഈ വെക്കേഷൻ സമയത്തിലുണ്ടെന്ന് പറഞ്ഞു. കളിക്കും. ആദ്യം രാവിലെ എണീക്കും, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ? രാവിലെ ഖത്തറിലെ കാര്യം. ഖത്തറിൽ രാവിലെ പല്ലേച്ചിട്ട് ടി വി ആണ്. പിന്നെ അവരെന്നെ വിളിക്കും, അപ്പം ഞാൻ പോകും. സ്കൂളിൽ നിന്ന് വിളിക്കുമല്ലേ? അല്ല, കളിക്കാൻ വിളിക്കും. അപ്പോൾ അല്ല, വെക്കേഷൻ സമയത്തല്ല, ക്ലാസ് ടൈമിൽ വിളിക്കും കളിക്കാൻ. PTന്ന് വിളിക്കും. അല്ലാതെ എത്ര മണിക്ക് പോകണം ക്ലാസ്സിൽ? LKG സ്റ്റുഡൻസ് ഒക്കെ ലക്കി. അവർക്ക് AM വരണം, പിന്നെ AM പോകണം. ഞങ്ങൾക്ക് AM വരണം, PM പോകണം. എന്ന് വെച്ചാൽ 5 മണിയാകുമ്പോൾ പോയിട്ട് പിന്നീട് ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരണം, അങ്ങനെയാണോ? പക്ഷെ LKG സ്റ്റുഡൻസിന് 5 മണിയായിട്ട് പിന്നെ 6 മണിയായിട്ട് വരണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകണം. ഞങ്ങൾക്ക് 6 മണിക്കൂറൊക്കെ. അപ്പോൾ അപ്പോൾ അവർ ആദ്യം വെളുപ്പിനെ എണ്ണീക്കുമോ? മടിയാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ അടിക്കുമോ? സ്കൂൾ ചെയ്യും. എന്ന് വെച്ചാൽ വഴക്ക് പറയും. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ആദിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ടോ? 3 times. എന്തിനൊക്കെയാണ്? അതെ വേറെ കുറെ കുട്ടീന് കിട്ടിയിട്ടുണ്ട്. 15 അവിടെ. ഇവിടെയുള്ള ലൈഫ് സ്റ്റൈൽ ഏതൊക്കെയാണ്? ഇവിടെയുള്ള ലൈഫ് സ്റ്റൈൽ ഡെയിലി ലൈഫ് നിങ്ങളുടെ കൂടെ കളിക്കുന്ന ഞങ്ങളുടെ കൂടെ കളിക്കുന്നത്. അപ്പം രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ എണ്ണീക്കും, പിന്നെ പല്ലിയേക്കാതെ എന്നെ വന്ന് വിളിക്കും, ഞാൻ വരും, ദേവൻ വരും, ശിവാനി വരും, ഞങ്ങളെല്ലാവരും കളിക്കും അല്ലേ? എന്നിട്ട് വൈകിട്ട് ഇത് ഒരു 6 മണി 6:30 വരെ കളിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരും, എന്നിട്ട് ടി വി കാണും, ടാബ് കാണും, അത് കഴിഞ്ഞ് കടന്നു പോകും. അത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഖത്തറിൽ പോയാൽ നിങ്ങൾ ഫസ്റ്റ് ദോഹയിൽ പോകണം. നല്ല സീൻസ് എല്ലാം, ഐസ്ക്രീമും പിന്നെ ഫുഡും എന്തൊരു ടേസ്റ്റാണ്. ഇതാണ് ആദിയുടെ ലൈഫ് സ്റ്റൈലും അതൊക്കെ പറയുന്നത്. ഇനി അടുത്ത ദേവനാണ്, ദേവൻ്റെയൊക്കെ പറയാം. അപ്പോൾ കൂടെ നന്ദുവിനോടൊപ്പം ആദി ഇൻ്റർവ്യൂ. ബൈ.